ഇതിനകത്ത് എൻ്റെ സൗണ്ട് റെക്കോർഡ് ആകത്തില്ല കേട്ടോ, ഗെയിമിൻ്റെ സൗണ്ട് ഉള്ളതുകൊണ്ട്. കുറച്ചുകൂടി കുറച്ചിട്ട് പിന്നെ കുഴപ്പമില്ല, കാറിൻ്റെ സൗണ്ട് കേൾക്കണം, അത് കുഴപ്പമില്ല. നമുക്ക് പെർഫോമൻസ് മോഡ് മാസ്റ്ററിലേക്ക്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ടാസ്ക്. നമുക്ക് ലാസ്റ്റ് സ്റ്റാൻഡിങ് തന്നെ എടുക്കാം. ഇത് 3 ലെവൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 മാച്ച് കംപ്ലീറ്റ് ചെയ്താൽ 4500 XP പോയിന്റ് കിട്ടും. അതായത് XP പോയിന്റ് എന്ന് പറഞ്ഞാൽ കാർ അപ്ഗ്രേഡ് ചെയ്യാനുള്ളത്. പിന്നെ ഈ അടുത്ത് റാങ്ക്ഡ് ഫയറിനകത്ത് ഓഫ് റോഡാണ് നടക്കുന്നത്. റാങ്ക് കോമ്പറ്റീഷൻ ഇതാണ്. ഇങ്ങനെ നേടി ലാസ്റ്റ് റാങ്ക് എത്തുമ്പോഴത്തേന് ഈ കാറ് സമ്മാനമായിട്ട് കിട്ടും. കാർ കാണാൻ ഒരു സെറ്റപ്പ് ഇല്ലെങ്കിലും എനിക്ക് എതിരെ ഓപ്പോസിറ്റ് കളിച്ച മിക്കവർക്കും ഈ കാർ ഇരിപ്പുണ്ട്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് കണ്ടേക്കുന്നത്. അതുപോലെ ഇതിനും കൊണ്ടുണ്ട് പ്രീമിയം റാങ്ക് പാസ് ഉണ്ട്. 399 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര സാധനങ്ങൾ കൂട്ടിയിട്ട് പിന്നെ ഇതുണ്ട് കുറേ എണ്ണം ലോക്ക് ആയിട്ട് ഇട്ടേക്കുന്നുണ്ട്. ഈ ലോക്ക് സാധനങ്ങളെല്ലാം മാറി കിട്ടും. സോ നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ വണ്ടികൾക്കും അതിൻ്റെതായ ഒരു ടാസ്ക് ഉണ്ട് കേട്ടോ, കാണിച്ചു തരാവേ. അപ്ഗ്രേഡിങ് ടാസ്ക് കണ്ടോ, ഇത്രയും ടാസ്ക് ഉണ്ട്. ഓൾറെഡി ഞാൻ ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ റേസിംഗ് മോഡ് 3 കളി ജയിക്കണം, അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു കളി ജയിക്കണം. പിന്നെ 150K ഡ്രിഫ്റ്റ് പോയിന്റ് കിട്ടണം. 100K 50K 25K ഫിനിഷ് ഇനി റേസിംഗ് മോഡ് 10 എണ്ണം, ഫിനിഷ് ഇനി റേസിംഗ് മോഡ് 5 എണ്ണം, 10K ഫിനിഷ് ഇനി റേസിംഗ് മോഡ് 3 എണ്ണം, പിന്നെ 20 കിലോമീറ്റർ 15 കിലോമീറ്റർ 10 കിലോമീറ്റർ. ഇത്ര ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേനും ഏകദേശം 12,000 XP പോയിന്റും കൂടെ കിട്ടും. 12,000 XP പോയിന്റ്. ഇതിപ്പം ഒരു വണ്ടി ഇനി ക്ലച്ച് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ 7,800 XP പോയിന്റ് കിട്ടും. ഇപ്പം എൻ്റെ 1,515 ഉണ്ട്. അത്ര സ്പെൻഡ് ചെയ്തിട്ട് ഇത്രയും, ഇനി എത്ര 7,800 ആണ്. അങ്ങനെ ടോട്ടൽ 50 വരെ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ സാധനം എൻജിൻ അപ്ഗ്രേഡ് ചെയ്യുന്നു, റെഡ്യൂസ് വെയിറ്റ്, ടർബോ ചാർജർ, കാലിപ്പർ, ഈ ബ്രേക്ക് കാലിപ്പറിൻ്റെ വെയിറ്റ് കുറയ്ക്കാനാണ്. പിന്നെ എക്സോസ്റ്റ്, ട്രാക്ക് ഗിയർ ബോക്സ്, ഇൻടേക്ക്, ടയർ, ട്രാക്ക് ടയർ, പിന്നെ മൊത്തത്തിൽ ഫ്രെയിമിൻ്റെ റേറ്റ് 270 കിലോ കുറച്ച് എൻജിൻ. ഇതാണ് ടോപ്പ് 135 bhp കരുത്തും 39 നോട്ട് സ്പീഡും കൂടെ കൂട്ടി കിട്ടുന്ന 5ാമത്തെ എൻജിൻ. പിന്നെ ടർബോ ചാർജർ 108 bhp. അങ്ങനെ ലെവൽ 50 ആകുമ്പോഴത്തേനും വണ്ടി ഒരു ബീസ്റ്റാണ്. ഇപ്പം എന്താ വന്നേക്കുന്നത്, ക്യാമ്പർ എന്താ പറയുന്നത്, എന്തിനാ വെച്ചാൽ ഈ അകത്തേക്ക് വണ്ടിയുടെ വീല് വളയ്ക്കുവാണ്. അകത്തേക്ക് സ്റ്റോക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും, വീലിന്റെ മേൽഭാഗം അകത്തേക്ക് വളയ്ക്കും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അകത്തേക്ക് വളച്ച് കഴിയുമ്പോഴത്തേനും വണ്ടിക്ക് ഇച്ചിരി കൂടെ കോർണർ എടുക്കുമ്പോഴത്തേനും ഇച്ചിരി കൂടെ സ്റ്റെബിലിറ്റി കിട്ടും. കോർണറിൽ വണ്ടി ഇച്ചിരി കൂടെ സ്റ്റേബിളായിട്ട് കിട്ടും. മെയിനായിട്ട് ഡ്രിഫ്റ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുമ്പോൾ പക്കയാണത്. ഇത് നമുക്ക് റിയൽ ടൈമിൽ നമ്മുടെ കാറുകൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ അന്നേരം പ്രശ്നം എന്താ വെച്ചാൽ അകത്തേത്തെ വീല്, അതായത് വീലിന്റെ ഉൾഭാഗം നല്ല രീതിയിൽ കത്തി. അപ്പോൾ നമ്മളതുകൊണ്ട് മിക്കപ്പോഴും നോർമൽ ലെവലായിട്ടാണ് വെക്കുന്നത്, ബാലൻസ് ചെയ്താണ് വെക്കുന്നത്. ഇച്ചിരി പെർഫോമൻസ് സ്പീഡ് ചെയ്യുന്ന വണ്ടികളുണ്ടല്ലോ, അവർ കൂടുതലും ഇങ്ങനെ ക്യാമറ ആംഗിൾ ഉള്ളിലേക്ക് കയറ്റി വെക്കും. അങ്ങനെ ഉള്ളിലേക്ക് കയറ്റി വെക്കുന്നതിന്റെ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. വണ്ടി കോർണർ സ്റ്റെബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും വളമൊക്കെ വളയ്ക്കാൻ നേരത്ത്. നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യണം. ഈ ബാഡാസ് എന്ന് പറഞ്ഞാണ് ഇപ്പം എൻ്റെ പേര്. ഞാൻ ആ പേര് മാറ്റുന്നുണ്ട്. ഇതിൽ 2, 4, 5 പേരുണ്ട്. ഞാൻ 5 പേരാണ് കളിക്കാനുള്ളത്. മൊത്തം പേര് അപ്പം ഞാൻ ഈ കളിക്കുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ ഐക്യൂവിൻ്റെ നിയോ 9 Pro എന്നത് ഫോണാണ്. 60 FPS ഗെയിം ഓടിക്കൊണ്ടിരിക്കുന്നത്. 93% ബാറ്ററി റിമൈനിങ് ഉണ്ട്. CPU ക്ലോക്ക് സ്പീഡ് 1.74, GPU 220, റിഫ്രഷ് റേറ്റ് ഹൈയിലിട്ടേക്കുന്നു, ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഹൈയിലായിട്ടാണ്. ഗെയിമൊരു
വേസ്റ്റ് പോയി. ഈ 3 ടാസ്കുകൾ കഴിഞ്ഞാൽ ഈ ബോക്സ്